ഭൂമിനാമത്തിന് ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുകയും നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുകയും സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്, കള്ളനെയും കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്ര വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിക്കും. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ചില ആത്മീയ സത്യങ്ങൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് പങ്കുവെക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുവാൻ അനവധിയായ കാര്യങ്ങൾ അതിലുണ്ട്. സംസാരിക്കുന്ന വചനം സംസാരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിക്കും ആ പ്രസംഗം കേൾക്കുന്ന വ്യക്തിക്കും ഒരുപോലെ ദൈവത്തിന്റെ വചനം അനുഗ്രഹമായി തീരാൻ, എങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാനും അതനുസരിക്കുവാനും ഇടയായിത്തീരണം. നാം ഈ വായിച്ചതായ വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ളതായ ദൈവജനത്തോട് ഓർമ്മിപ്പിക്കുന്ന അനുഗതമായ ചില പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടതും നാം അനുദിനം അനുസരിക്കേണ്ടതുമായ കാര്യമാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ ആദ്യ വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവ മക്കളുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവം തന്റെ ദാസൻ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഇടയായിരിക്കും. അപ്പൊ നാം അനുദിനം ഇത് വായിക്കുകയും ഇതിൽ നിന്നുള്ളതായ ആത്മീയ സത്യങ്ങൾ നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനും ആ ദൈവവചനത്തിന്റെ മുമ്പാകെ അത് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ എനിക്ക് ഉൾക്കൊള്ളുവാനും അനുസരിക്കുവാനും ഇടയായി തീരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഇടയായി തീരണം. അതുപോലെ നാം ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അപ്പൊ നമ്മുടെ ജീവിതത്തില് പരിമിതികളും കുറവുകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ധാരാളമാണ്. എന്നാൽ അത് നാം മനസ്സിലാക്കി അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക്
ദിവസങ്ങളിൽ അല്പസമയമായിരിക്കാം ദൈവനാമത്തിലൂടെ ദൈവവചനത്തിലൂടെ ചില ആത്മീയ സത്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ വായിച്ചതായ വേദഭാഗത്തിന്റെ 25-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കേ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. അപ്പൊ നാം നമ്മുടെ ജീവിതത്തിലെ ഭോഷ്ക് ഉപേക്ഷിച്ച് സത്യം സംസാരിക്കണം. നമ്മൾ ഏർപ്പെടുന്നതായ ജീവിത സാഹചര്യങ്ങളില് അനേക വ്യക്തി ജീവിതങ്ങളോട് നാം ഏർപ്പെടുന്നവരാണ്. കുടുംബത്തിലും സഭയിലും സമൂഹത്തിലൊക്കെ ഒരുപാട് ആളുകളോട് ദിനംപ്രതി നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. നാം ഒരു ദൈവവൈതലായതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം അവരോട് സത്യം സംസാരിക്കണം. അതിന്റെ കാരണം നമ്മുടെ താഴെ പറഞ്ഞിട്ടുണ്ട്: നാം തമ്മിൽ അവയവങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ്, അല്ലെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. ദൈവസന്നിധിയിലാണെന്നോ പെട്ടെന്നോ ഒന്നും വ്യത്യാസമില്ല. അപ്പൊ എല്ലാവരും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായതുകൊണ്ട് തമ്മിൽ സത്യം സംസാരിക്കണം. അതിനാണ് ഈ ലോക ജീവിതത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പാപത്തിന്റെ സാന്നിധ്യത്തിലും പാപത്തിലൊക്കെ ജീവിക്കുന്ന ഒരു ശരീരമാണ്. പാപത്തിന്റെ ശക്തിയിലാണ് നാം ജീവിക്കുന്നത്, പാപത്തിന്റെ സാന്നിധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഭോഷ്കും അല്ലെങ്കിൽ ഇവിടെ ഈ 25 മുതലുള്ളതായ വാക്യങ്ങളിൽ വായിച്ചതായ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ജലശരീരത്തിൽ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അതാത് സമയങ്ങള് അത് ദിവസങ്ങളിൽ ഏറ്റുപറഞ്ഞ് അത് മനസ്സിലാക്കി ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തുടർമാനമായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ ഈ വായിച്ചതായ വേദഭാഗത്ത് ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തുടർമാനമായ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് നാം ചില കാര്യങ്ങളൊക്കെ സത്യമായിട്ട് പറഞ്ഞു, എന്നാൽ നാളെ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു, പിന്നെയും നമ്മൾ സത്യം പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു ജീവിതമല്ല സ്വർഗത്തിലെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. തുടർമാനമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടർമാനമായിട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ നാം സത്യം സംസാരിച്ച് ആ സത്യത്തിൽ തുടർമാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. കാരണം നാം ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന അല്ലെ ശിരസ്സാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. അപ്പൊ നമ്മുടെ ഉള്ളില്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില്, നമ്മുടെ ഇടപാടുകളില് നാം സത്യസന്ധത കാത്തു സൂക്ഷിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അതിനാണ് ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ ഈ ദൈവത്തെ അറിയാത്ത ആളുകള് സത്യത്തിനും നീതിക്കൊക്കെ വലിയ വില കൊടുത്ത് അല്ലെങ്കിൽ വലിയ പ്രാധാന്യം നൽകി ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ദൈവത്തിന്റെ വചനം അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമുക്ക് ഈ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകള് അല്ലെ നമ്മളോട് ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനും പറഞ്ഞിരിക്കുന്നതായ ആത്മീയ സത്യങ്ങളുടെ പ്രാധാന്യം നമുക്കറിയാമെങ്കിലും പലപ്പോഴും അത് വളരെ ലാഘവത്തോടെ നാം ഏറ്റെടുക്കുകയും അത് നമ്മുടെ ജീവിതത്തില് സത്യത്തിന്റെ പാതയില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് നാം ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങള് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളില് നാം ഇങ്ങനെ വായിക്കുന്നു: തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അവന് കഴിഞ്ഞ കാല ഒരു അനുഭവമുണ്ട്. അപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു ജീവിതം. 9-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പഴയ മനുഷ്യന്റെ സ്വഭാവമാണ് ഭോഷ്ക് പറയുക എന്നുള്ളത്.
എന്നാൽ പുതിയ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് സത്യത്തിന് സാക്ഷി നിൽക്കുക, സത്യം സംസാരിക്കുന്ന ഒരനുഭവമാണ് പുതിയ മനുഷ്യന്റെ ആ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ മനുഷ്യന്റെ സ്വഭാവം ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കുക. നമ്മള് അധ്വാനിച്ച് നമ്മുടെ ശരീരത്തിൽ വിയർപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് നമ്മളെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഉരിഞ്ഞ് മാറ്റുവാനായിട്ട് ഇടയായി തീരും. എന്നിട്ട് നമ്മൾ പുതിയ വസ്ത്രം ധരിക്കും എന്ന് പറഞ്ഞതുപോലെ പഴയ മനുഷ്യന്റെ സ്വഭാവങ്ങളെ ഒന്നൊന്നായി ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യന്റെ സ്വഭാവം ധരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവ മക്കള് എന്നുള്ളത്. സദൃശവാക്യം 12-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ ജീവിതത്തില് താൻ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 12-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തില് ഞാൻ ഇങ്ങനെയാണ് വായിക്കുന്നത്: വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. അപ്പം നമ്മുടെ ജീവിതത്തിൽ വ്യാജ പ്രവൃത്തികൾ മോഷ്ക ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് ഒരിക്കലും അതില് പ്രസാദിക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മൾ ചിന്തിച്ചു വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ വ്യാജ പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും ദൈവത്തിന് അതില് പ്രസാദിക്കുവാനായിട്ട് കഴിയുകയില്ല. പിന്നെയോ സത്യം പ്രവർത്തിക്കുന്നവരെ അവരിലാണ് അവൻ പ്രസാദിക്കുന്നത്. അതിന്റെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും, വ്യാജം പറയുന്ന നാവ് മാത്രം നേരത്തേക്കേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് സാക്ഷികളായിട്ട് നാം നിൽക്കണം, അല്ലെങ്കിൽ അന്യോന്യം നാം സത്യം സംസാരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുമ്പോൾ ദൈവത്തിന് പ്രസാദം. ദൈവമക്കളുടെ ആത്മീയ പ്രവർത്തനങ്ങളില്, ഭൗതികമായ പ്രവർത്തനങ്ങളില്, സമൂഹത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ഞാനൊരു ദൈവവൈദ്യലായതുകൊണ്ട് സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ, അതാണ് എന്റെ ദൈവത്തിന് പ്രസാദകരം. പ്രിയമുള്ളത്, നമ്മൾ ഏറ്റവും വളരെ ലാഘവത്തോടു കൂടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, സത്യത്തോടെ ജീവിക്കണം, സത്യം പറയണം, പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തില് ദൈവവചനത്തിന് അനുസരണമായിട്ടൊക്കെ ജീവിക്കണമെന്നുള്ളതായ നമുക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും നമ്മുടെ ജഡപരമായ ശരീരം എന്ത് ചെയ്യുന്നു, അതിനൊന്നും നമ്മളെ വിധേയപ്പെടുത്തുവാനായിട്ട് സമ്മതിക്കുകയില്ല. അതിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും നിലയിലൊക്കെ നിലനിൽപ്പിന് വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞുള്ളതായ ഒരു ജീവിതത്തിന് നമ്മെ നിർബന്ധിക്കുന്ന ഒരു ജഡശരീരത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ജഡത്തിന്റെ പ്രവൃത്തികളെയൊക്കെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചുകൊണ്ട് പുതിയ മനുഷ്യനെ ധരിച്ച് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവസന്നിധിയില് തീരുമാനമെടുത്തവരാണ് നാം ഓരോരുത്തരും. പലപ്പോഴും ആ തീരുമാനങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കൃപധാരമായിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നെങ്കിൽ മാത്രമേ ദൈവവചനപ്രകാരമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് ഇടയാകുകയുള്ളൂ. രണ്ടാമത് നമുക്കവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അതിന്റെ 26-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പി. രണ്ടാമത് അവിടെ നമ്മൾ വായിക്കുന്നു: സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കോപം വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? പിശാചിന് നാം ഇടം കൊടുക്കുകയാണ്. പിശാചിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നാം കോപിക്കാനായിട്ട് പാടില്ല. എന്നാൽ ചില വ്യക്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കോപിക്കുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നു. കോപിച്ചാൽ അത് പാപമായി മാറുവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് കോപിച്ചാൽ എന്ത് ചെയ്യണം? പാപം ചെയ്യാതിരിക്കാൻ നാം സൂക്ഷിക്കണം. നാം അതിനുവേണ്ടി ശ്രമിക്കണം. നമ്മുടെ കോപം സൂര്യൻ അസ്തമിക്കുമ്പോഴും നിങ്ങൾ കോപത്തിന് ഇടം കൊടുക്കരുത്. ദൈവത്തിന്റെ ദയ എന്ന് പറഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ നമ്മോടുള്ളതായ ദയ 103-ാം സങ്കീർത്തനം അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: യഹോവയുടെ ദയ എന്നുമേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അപ്പം ദൈവത്തിന്റെ ദയ
നമ്മോട് ബന്ധത്തിൽ എന്നുമേക്കും അവരുടെ ഭക്തന്മാർക്ക് ദൈവം ദയ കാണിക്കുന്നു. അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? നാം കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കാൻ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ നമ്മൾ കോപം വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? അത് പിശാചിന് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അതാത് സമയങ്ങളിൽ പരിഹരിച്ച് ദൈവപ്രസാദമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പം ദൈവകോപം വെച്ചുകൊണ്ട് അല്ല മറ്റുള്ളവരോട് വിദ്വേഷവും കോപവും വെച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിൽ കടന്നു വരും, ദൈവത്തെ ആരാധിക്കും. എന്നാൽ അങ്ങനെയുള്ള ആരാധനകള് ദൈവത്തിന് പ്രസാദിക്കുവാൻ കഴിയുകയില്ല. അനേക വാക്യങ്ങള് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സുഖകരമായ ഒരു സമാധാനപരമായ സന്തോഷപരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്കിടയായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? കോപം ഉപേക്ഷിച്ച് ക്രോധം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പ്രസാദനമായ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണം. തമ്മിലൊരു ഐക്യത, തമ്മിലൊരു സ്നേഹം, തമ്മിലൊരു സമാധാനം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പം സൂര്യൻ അസ്തമിക്കുവോളം ആ കാര്യങ്ങള് നാം പരിഹരിക്കാതെ മുന്നോട്ട് പോയാല് ഒരു തരത്തിലും ദൈവത്തിന് പ്രസാദിക്കുവാനായിട്ട് കഴിയില്ല. നാം അതിലേക്ക് വളരെ ലാഘവത്തോടെ കാണുകയും മറ്റാരും അത് അറിയുന്നില്ല, മറ്റാരും കേൾക്കുന്നില്ല, മറ്റാരും അത് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നാം ചിന്തിച്ച് അത് മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ പിടിയിൽ നിന്നൊക്കെ ആ പ്രവൃത്തികള് വിട്ടുപോകുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. പിന്നീട് നമുക്കത് പരിഹരിക്കുവാൻ വലിയ പ്രയാസകരമായി തീരുമെന്നുള്ളത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. മൂന്നാമതായിട്ട് നമുക്കവിടെ ചിന്തിക്കുവാനായിട്ട് കഴിയുന്ന കാര്യം അതിന്റെ 30-ാമത്തെ വാക്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അനുഭവത്തിലൂടെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ ജീവിതത്തില് പരിമിതികള് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രസാദകരമായ ഒരു ജീവിത നിലവാരം കാത്തു സൂക്ഷിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യതയൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായി തീരും. അവിടെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. 6-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാല് നിങ്ങൾ കഥാങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? എന്റെ താഴെ നമ്മൾ വായിക്കുക: വീണ്ടെടുപ്പ് നാളിനായിട്ട് ദൈവാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ വരവസന്നമായിരിക്കുന്നു. അവന്റെ പ്രത്യക്ഷതയില് കർത്താവിന്റെ സന്നിധാനത്തിൽ ചേർക്കപ്പെടുവാനായിട്ട് വളരെ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ മരുഭൂമിയാത്രയില് കഷ്ടതയും പ്രയാസവും പ്രതിസന്ധിയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഞരക്കമുണ്ടാകുന്ന, ദുഃഖമുണ്ടാകുന്ന, വേദനയുണ്ടാകുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള സാവകാശം നൽകാത്ത ഒരു ജീവിതത്തോടു കൂടെയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമല്ല എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് ഇടയായി തീരുന്നു. ഒരു ദൈവ പൈതലിന്റെ പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആ വീണ്ടെടുപ്പിൻ നാളിന് വേണ്ടി മുദ്രയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പൂർണ്ണ അധികാരത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു സാവകാശത്തോടെ യാത്ര ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകളും തോൽവുകളും പരാജയങ്ങള് ഒക്കെയുണ്ട്. അതൊക്കെ പരിഹരിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട്. ആ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും.
നമ്മുടെ ജീവിതത്തിന്റെ കുറവുകള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അതിന്റെ മുമ്പാകെ നമ്മെ തന്നെ വിധേയപ്പെടുത്തുക, ഏറ്റുപറയുക, ഉപേക്ഷിക്കുക, കർത്താവിന് പ്രസാദകരമായിട്ട് മുന്നോട്ട് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരിമിതികളൊക്കെ നമ്മെ ഉപേക്ഷിക്കുവാൻ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിലൊക്കെ നമ്മൾ ഇന്നും അത് അടിച്ചുവാരി വൃത്തിയാക്കും. ഒരു ദിവസം തൂത്തുവാരിയത് കൊണ്ട് ഒരാഴ്ചത്തേക്ക് തൂത്തുവാരിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ് അങ്ങോട്ട് ചവിട്ടുവാനോ അവിടെ തൊടുവാനോ സാധിക്കാത്ത നിലയില് അഴുക്കും പൊടിയും ഒക്കെ നിറഞ്ഞ ഒരു സാധ്യത നമുക്കവിടെ കാണുവാനായിട്ടിടയായിട്ട് ഓരോ ദിവസവും അത് തൂത്തുവാരി വൃത്തിയാക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ഓരോ പിടി മാലിന്യങ്ങള് ആ ഭവനത്തിന്റെ മുറികളിൽ നമുക്ക് ലഭിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിലുള്ളതായ അടിഞ്ഞുകൂടുന്നതായ മാലിന്യങ്ങളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം, വചനം മുഖാന്തരം, വചനം വായിക്കുന്നത് മുഖാന്തരം, അതനുസരിക്കുന്നത് മുഖാന്തരം ആ മാലിന്യങ്ങളൊക്കെ മാറി പുതിയ ഹൃദയത്തോടെ, പുതിയ മനസ്സോടെ, അല്ലെങ്കിൽ പുതിയ ഒരു ആത്മീയമായ സന്തോഷത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് ഇടയായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് ഉള്ളതായ ഒരു ജീവിതം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിലെ 31 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇതൊക്കെ സാധാരണക്കാരായ ആളുകളോടുള്ള ബന്ധത്തിലല്ല ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കുന്ന ദൈവജനത്തോടുള്ള ബന്ധത്തിലാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് നാം ഇന്ന് ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നാൽ നമുക്ക് കാണിക്കും. എല്ലാ കയ്പും എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുവാൻ മനസ്സില്ലാത്ത ഒരു മനസ്സ്, പ്രതികാര ചിന്ത. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവം ഉണ്ടായാൽ അത് ഇവിടെ ദേവദാസനായി കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത്, കയ്പ് ജീവിതത്തിൽ ഒരു വ്യക്തിയോട് കയ്പുണ്ടായാലല്ല, അതിന്റെ നിർവചനം എന്ന് പറയുന്നത് ക്ഷമിക്കുവാനായിട്ട് മനസ്സില്ലാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത ഒരു മനസ്സിന്റെ ഉടമസ്ഥൻ. അതുപോലെ ഒരാളോട് നമുക്ക് കയ്പുണ്ടായാൽ എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യണമെന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തില് ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം നമ്മൾ വിട്ടുകളയണമെന്നാണ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് കോപവും ക്രോധവും. അപ്പൊ ഈ രണ്ട് വാക്കുകൾക്ക് ഒരർത്ഥം കൊടുത്തിരിക്കുന്നത് ക്ഷോഭവും വൈരാഗ്യവും വിരോധവും. ഒരാള് ജീവിതത്തിൽ കോപമുണ്ടായാൽ, ക്രോധമുണ്ടായാൽ അത് ക്ഷോഭമായിട്ടും വൈരാഗ്യമായിട്ടും വിരോധമായിട്ടും മാറും. അപ്പൊ ജീവിതത്തില് നമ്മുടെ പിടിയിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ഒരു സ്വഭാവവിശേഷണത്തിലേക്ക് നമ്മുടെ മനസ്സ് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. മൂന്നാമത് നമ്മൾ വായിക്കുവാൻ ഇടയായിത്തീരുന്നത് കുറ്റാരം എന്ന് പറഞ്ഞാൽ കോപത്തോടെയുള്ള ഉഗ്ര പ്രതിഷേധം. നമുക്ക് അതുകൊണ്ട് നമ്മുടെ കോപത്തെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുകയില്ല. അത് നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആര്യഭാഷയിലൂടെ അത് ഒരു ഉഗ്രമായ ഒരു പ്രതിഷേധമായിട്ട് മാറുക. എന്തുകൊണ്ടാണ് ഈ ഇതിലുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളയണമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നത്? കർത്താവ് നമ്മെ സമാധാനത്തിന്റെ പാതയിലേക്കാണ് കൊണ്ടത്. അപ്പൊ ഈ ഇതിലുള്ളതായ പ്രവൃത്തികളൊക്കെ ജഡത്തിന്റെ സ്വഭാവങ്ങളാണ്. ആ ജഡത്തിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിന് ശരിയായ നിലയിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നീട് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ദൂഷണം, മറ്റുള്ളവരെ ദുഷിച്ച് ശകാരവാക്ക് പറഞ്ഞ് അപഹസിക്കുന്ന ഒരു സ്വഭാവം. ദൂഷണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് വളരെ വ്യക്തമായ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റുള്ളവരെ ദുഷിക്കുവാനായിട്ട് യാതൊരു മടിയുമില്ലാതെ അവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒന്നുമില്ലാതാക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ സംസാരിക്കുക, അതൊന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ദുർഗണം എന്ന് പറഞ്ഞാല് വാക്കിനാലോ പറയാലോ മറ്റുള്ളവർക്ക് എതിരായിട്ട് ഇടപെടുന്ന ജീവിത രീതി. അപ്പോൾ അതെല്ലാം
നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകാം. ഇതൊന്നും നമ്മുടെ ദൈവത്തിന്റെ ജീവിതത്തിൽ അനുവർത്തിക്കുവാനായിട്ട് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഈ നിലയിലുള്ളതായ എല്ലാ സ്വഭാവ വിശേഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് കടന്നു വരാറുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. 32-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ തമ്മിൽ ദൈവം അനുസരിച്ചുള്ളവരായി ദൈവം ക്രിസ്തുവില് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ദൈവം അനുസരിച്ചുള്ളവരായിട്ട് നിൽക്കണം. ദൈവത്തിന്റെ ദയ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. അത് ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്ന പോലെ അത്രമാത്രം വിശാലമായ ദൈവത്തിന്റെ കരുണയും ദയയും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ദൈവം പറയുന്നത്, ദൈവം കാണിക്കുന്നതായ ദയ അതൊരംശമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് തമ്മിൽ ദയയുള്ളവരായി മനസ്സല്ലുള്ളവരായി മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന അവരുടെ സങ്കടങ്ങളില് അവരൊക്കെ സമാധാനത്തോടെ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ആത്മീയ സത്യങ്ങളൊക്കെ അവരോട് പങ്കുവെച്ച് അവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു അനുഭവം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ കൊലോസ്യർ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെയാണ് വായിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. അപ്പോൾ ഓരോ തമ്മിലുള്ളതായ ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കുന്ന വിധങ്ങളാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായിത്തീരും. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനെ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഒരുപോലെ നമ്മളൊക്കെ വളരെ പ്രത്യാശയോടെ ഇരിക്കുകയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഐക്യതയുള്ളവരായി സമാധാന ബന്ധത്തോടെ ജീവിപ്പാൻ, അല്ലെങ്കിൽ തമ്മിൽ സത്യം സംസാരിപ്പാൻ ഉപേക്ഷിച്ചുള്ളതായ ജീവിതം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തില് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിപ്പാൻ അങ്ങനെയുള്ളതായ ജീവിതം, അതൊക്കെ ദൈവത്തിന് പ്രസാദകരമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും പ്രസന്നമാണ്. ലോക സംഭവവികാസങ്ങളൊക്കെ അതാണ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ വാർത്തമാന പത്രങ്ങളിലും അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളൊക്കെ വായിക്കുന്നത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളില് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാനം എങ്ങുമില്ല. എല്ലാവരും സമാധാനത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും സമാധാനം വിട്ടുള്ളതായ പ്രവൃത്തികളാണ് ലോക രാജ്യങ്ങളിലും ലോക നേതാക്കന്മാരിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നിങ്ങളൊരു കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമുക്ക് നന്മ പ്രവർത്തിക്കുവാനുള്ളതായ ഒരു കാലഘട്ടമാണ്. ദൈവയോടും മനസ്സലിവോടും കൂടെ പ്രവർത്തിക്കുവാനുള്ളതായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നതായ കാര്യങ്ങൾ നാം അത് വിട്ടോടണം, നാം അത് ചെയ്യരുത്, ഈ കാര്യങ്ങളൊക്കെ നാം ഉരിഞ്ഞു കളയണം. പുതിയ മനുഷ്യന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധരിക്കണം. ആത്മീയമായ അനുഗ്രഹവും നന്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തമ്മിൽ സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയന്മാരാണ്, ദൈവവചനം പ്രസംഗിക്കുന്നവരാണ് എന്നൊന്നും പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നാം സംസാരിക്കുന്നതായ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തില് പ്രായോഗികമാക്കണം. അത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. പരിമിതികളും കുറവുകളൊക്കെ വരാം. എന്നാൽ ആ ദൈവസ്ഥലിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന് പ്രസാദനമായ ഒരു നിലവാരത്തിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കർത്താവിന്റെ പ്രത്യക്ഷതയില് നമുക്ക് ഉപേക്ഷ ഉണ്ടാകുവാനായിട്ട് ഇടയാകുകയുള്ളൂ. ആകയാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ പരിപൂർണ്ണ ദിവസങ്ങളില് നമുക്ക് ഏറ്റുപറയാം. കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. നമുക്ക് വളരെ പ്രത്യാശയോടെ ദൈവസ്ഥലിൽ നമുക്ക് ജീവിക്കാം. നമുക്കറിയാം, നമ്മളൊക്കെ ശാരീരികമായിട്ട് വളരെ ബലഹീനരാണ്. എന്നാൽ ഏത് സമയത്തും നമ്മുടെ കർത്താവിന്റെ ആഗമനം അത് പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുകയാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ മാറി നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ താനിരിക്കും പോലെ നാം അവനെ കാണുമെന്നുള്ളതാണ്. പാപത്തിന്റെ സാന്നിധ്യമില്ലാത്ത, പാപത്തിന്റെ ശക്തിയില്ലാത്ത, ദൈവത്തിന്റെ ശരീരത്തോട് അനുഭവപ്പെടുന്ന ഒരു ശരീരത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അല്പകാലം, അല്പസമയം, അല്പ ആയുസ് ദൈവത്തിന് വചനപ്രകാരം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ ചെറിയ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം ഓർത്തപ്പെടുന്നതാണ്.